ബോസ് അവരെന്താ പറഞ്ഞേ? നമ്മളോട് ചെല്ലാനാ പറഞ്ഞേ, അവരെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന്. എനിക്കൊക്കെ പേടിയാവുന്നു ബോസ്. നമ്മുടെ ചില്ലറ മോഷണങ്ങളല്ലാതെ ആദ്യമായിട്ട് കിഡ്നാപ്പിംഗ് ചെയ്യുന്നത്. നീ പേടിക്കാതെ വാടാ, നമുക്ക് തരാന്ന് പറഞ്ഞ കാശാത്തോളം തരുമായിരിക്കും. നീ എന്താ വിചാരിക്കുന്നത്? എനിക്ക് പേടിയില്ലാതാണോ? എനിക്ക് പേടിച്ചിട്ട് എന്റെ മുട്ട് വെറുക്കുന്നുണ്ട്. പക്ഷെ ധൈര്യം കൈവിടാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത്. നീ വാ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ പണി പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. നമ്മളിതിൽ വിജയിക്കും, നമ്മളിതിൽ വിജയിക്കും. നോക്കി നിൽക്കാതെ മതിൽ ചാടടാ. ശരി ആശാനെ. ആശാനെ വേഗം തന്നെ വന്നോണേ. നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇതുള്ള കള്ളന്മാരുടെ അമ്മയെ കാത്തോളണേ. നീ ഇവിടെ എന്ത് നോക്കി നിനക്ക് നടക്കടാ. ആശാനെ നോക്കി ഗേറ്റ് തുറന്നിട്ടില്ല. നമ്മൾ എന്തിനാ മതിൽ ചാടിയേ? അതെന്തൊക്കെയാട്ടെ, നീ നടക്ക്, നമ്മളെ കൈ സമയമില്ല. ശരി ആശാനെ വാ. ബോസ് ഇനി അങ്ങോട്ടാ പോണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ മുന്നിൽ നടക്ക്. ഇവനിപ്പോ ഇവരെ കൊണ്ട് എന്നെ പിടിപ്പിക്കും. ഇല്ല ഇല്ല ബോസ്, ഞാൻ നടക്കാം. ബോസ് ബോസ് എന്തോടാ ബോസ്? അവളുടെ മുറി ഏതാന്ന് അറിയോ? അതൊക്കെ എനിക്കറിയാം, നീ എന്റെ ബേക്കിൽ വന്നാൽ മതി, കേട്ടല്ലോ. ശരി ബോസ്, നടക്ക്. ഈ പൊട്ടന്റെ പോക്ക് കണ്ട് ചെല്ലാൻ കൊളാക്കുന്ന തോന്നുന്നു. ബുദ്ധിമാനെ, എന്നെ നീ ബോസാക്കിയില്ലല്ലോ ദൈവമേ. നീ വരുന്നില്ലേ മരഭൂതമേ? ബോസ് വരുന്നു. ബോസ് ഈ വീട് മുഴുവൻ കുറെ നേരം നടക്കുന്ന, ഇനി ഇങ്ങോട്ട് പോണ്ടേ? എനിക്ക് മുഴുവൻ കൺഫ്യൂഷൻ ആണ്. ഇവിടെയാണോ പറഞ്ഞത്? ബോസ് ഞാൻ ഇങ്ങോട്ട് പോവാ, ബോസ് അങ്ങോട്ട് പോയിക്കോ. ശരി ശരി, ആളെ കണ്ടാ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എന്നെ അറിയിക്കണം, കേട്ടല്ലോ. ശരി ബോസ്, ബോസ് ആളെ കണ്ടാ എന്നെ അതേപോലെ അറിയിക്കണം, കേട്ടല്ലോ. ഓക്കെ ഡാൻ. ഈ ചാക്ക് അവിടെ വെക്കാം, ആളെ കിട്ടിയെടുക്കാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി ഓക്കെ. ദൈവമേ, ഇതേത് സ്ഥലം? പേടിയാവുന്നു കണ്ടിട്ട് തന്നെ. ഇനി ഇതിനുള്ളിലായിരിക്കും അവൾ ഓർമ്മത്. അതിലൊന്ന് പോയേക്കാം. ഒന്നുറപ്പാ, ഇവിടെ തന്നെയല്ല അവള്. നന്നായി കിടന്നുറങ്ങുക. കയ്യിലും കാലിലും നിറച്ച് സ്വർണ്ണമുണ്ട്. ആശാനെ വിളിച്ചിട്ട് വന്നാലോ? അല്ലേ വേണ്ട, കിട്ടുന്നത് കയ്യാളെടുത്ത് കളയും. ആദ്യം കുറച്ച് സ്വർണ്ണം എന്റെ കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് ആശാനെ വന്ന് വിളിച്ചിട്ട് ഇവിടെ ചാക്കിലിട്ട് കൊണ്ടുപോകാതെ. ഇങ്ങോട്ട് പോകേണ്ടത് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങോട്ട് പോയാലോ? അല്ല വേണ്ട, ഇങ്ങോട്ട് പോ. എന്റെ ദൈവമേ, ഞാൻ പെട്ടു. എന്നോട് ക്ഷമിക്കണേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഏതോ ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ. അയ്യോ, എന്നെ വെറുതെ വിടണേ. മാഡം അത് പിന്നെ മാഡം, ഇത്ര വലിയ വീട്ടിലെ ആ മുറിയൊക്കെ കൂടി കൺഫ്യൂഷനായി മാഡം. എവിടെയാ പോകേണ്ടതെന്ന് മനസ്സിലാവാതായി. എന്നോട് ക്ഷമിക്കണം മാഡം, ഞാൻ ശരിയാക്കിക്കോളാം. മാഡം ഒന്നുകൂടെ പറഞ്ഞു തന്നോ, അവിടെ എവിടെയുള്ളത്? ഇനി ഞാൻ തെറ്റിക്കില്ല മാഡം, ഞാൻ അവിടെയും കൊണ്ട് ഇവിടെ ഇറങ്ങുള്ളൂ. മേഡം ഞാൻ നിഗ്രഹിക്കണം, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റാ. അതാ മാഡം, ഞാൻ പോയി. ഞാൻ പൊട്ടൻ, ഞാൻ എവിടെ പോയ തപ്പ്? എന്റെ ദൈവമേ, മൊത്തം പ്രശ്നമായല്ലോ. ഈ മുറിയിലുള്ളത് എന്തോ ശബ്ദം കേൾക്കുന്നവർ വന്നല്ലോ. നോക്കട്ടെ. എന്റെ ദൈവമേ, ഞാനിതെന്താ കാണുന്നേ? ആശാനെ എന്നെ രക്ഷിക്കാശാനെ, ഞാൻ കുടുങ്ങിപ്പോയി ആശാനെ. ഈ പെണ്ണുമുള്ളനെ വിടുന്നില്ല. എടാ പൊട്ട, നീ മിണ്ടാതിരിക്കാൻ. സ്ത്രീ അങ്ങനെ എഴുന്നേറ്റ് തീർന്ന്. ആശാനെ ഇങ്ങനെ എന്നെ രക്ഷിക്കാശാനെ. ഓരോരോ വള്ളി പോയി അവൻ ചാടിക്കോളും. ഞാൻ നോക്കട്ടെ. എടാ വലിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആശാനെ ഞാനിപ്പോ ഇവരുടെ കിടന്നിനെ എനിക്ക് ചത്തുപോകും. ആശാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ആശാനെ ഇത് ആശാൻ പറഞ്ഞ പെണ്ണ്. ഇതൊന്നല്ല, നീ ഒന്ന് വേഗം വന്നേ. അപ്പൊ ഇതാരാ? വരുന്നുണ്ടോ? ഞാനിതായിരുന്നു. എന്റെ നാടു. ഇതാ മൊഴി തുറക്കാം.